ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റിൽ എന്നോടും കൂടി ജോയിൻ ചെയ്യാൻ പറഞ്ഞു ഹെഡ് ഓഫീസിൽ നിന്ന്. ഹെഡ് ഓഫീസിൽ നിന്ന് വിളിച്ചായിരുന്നു. ജോയിൻ ചെയ്തു. അപ്പം ഞാനേ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമുക്ക് എല്ലാത്തിനേക്കാളും വലുത് ജോലിയാണല്ലോ. അതെ, ജോലിയാണ് ഏറ്റവും വലുത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാതെ വർക്കിൽ ഫോക്കസ് ചെയ്യണം. വർക്കിലൊക്കെ ശ്രദ്ധിക്കാം, പക്ഷേ നമ്മുടെ മറ്റു കാര്യങ്ങളൊന്നും അങ്ങനെ വിട്ടുകളയാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. അതൊക്കെ തൻ്റെ ഇഷ്ടം. പക്ഷെ എന്തായാലും കറക്റ്റ് സമയത്ത് വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. സാറിനോടേ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. സാർ എപ്പോഴെങ്കിലും ഹെഡ് ക്വാർട്ടേഴ്സിൽ വിളിച്ചിട്ട് വല്ല ട്രാൻസ്ഫറിന്റെ കാര്യം എന്തെങ്കിലും സംസാരിച്ചിരുന്നോ? ടോമിന്റെ പേരാ പറഞ്ഞെന്നാണ് ഞാൻ അറിഞ്ഞത്. സാർ എന്തായാലും വളരെ നന്നായി. ടോമിന്റെ ഒരു എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും വെച്ചിട്ട് മിനിമം ഒരു ഹെഡ് ഓഫീസിലേക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കണം. അല്ല, ഞാനിത് അപ്പോഴത്തെ സിറ്റുവേഷനിലെ സാറ് സിറ്റുവേഷൻ ഒന്നും അവർക്ക് അറിയണ്ട. സാർ എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് സാർ പറഞ്ഞ പോലെ അവരെല്ലാം തീരുമാനമാക്കിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ടോമിനെ ഹെഡ് ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സാർ പറ്റുമെങ്കിൽ നാളെ തന്നെ. നാളെയോ? ടോമിനെ അങ്ങനെ വിടാനൊന്നും പറ്റത്തൊന്നുമില്ല. സാർ തന്നെയല്ലേ ടോമിനെ വിടാന്ന് പറഞ്ഞത്? അല്ല, ഇനിയിപ്പോ സാർ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുവാണോ? അങ്ങനെയൊന്നും പറയുന്നില്ല. അത് ഞാൻ ഹെഡ് ഓഫീസിൽ വിളിച്ച് സംസാരിച്ചോളാം. ഒന്ന് ക്യാൻസൽ ചെയ്തേക്കാം. അതിന് നടക്കില്ല സാർ. ഞാനേ ഐസക് സാറിനെ വിളിച്ച് എല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. ഇനി സാറിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ കളി അങ്ങനെയായിരുന്നല്ലേ? സാറിനോട് ഞാൻ അന്നേ പറഞ്ഞല്ലേ, ഞാൻ വിചാരിച്ചാലും ചിലതൊക്കെ നടക്കും. അതിപ്പോ TL ആയിട്ട് ടോമല്ലേ ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഈ പ്രോജക്റ്റിൽ നിന്ന് തീരാതെ ടോമിനെ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. അങ്ങനെയാ സാർ ഞാനും വിചാരിച്ചത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഞാൻ പ്രൊജക്ട് ഹെഡ് ആവാൻ ഐസക് സാറോട് പറഞ്ഞപ്പോ സാറ് സമ്മതിച്ചു. പിന്നെ ഇവിടെ ഉള്ളവരെക്കാളൊക്കെ എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ നിൽക്കുമ്പോൾ സാർക്ക് വേറൊരു ഓപ്ഷൻ നോക്കേണ്ട ആവശ്യമുണ്ടോ? സാറ് പേടിക്കണ്ട, ഞാനും അമ്മയും ജെസ്സിയും കൂടി ഈ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തോളാം. ഞാൻ കൂടെ സമ്മതിക്കണ്ടേ? സാർ സമ്മതിച്ചില്ലെങ്കിലും ഐസക് സാർ സമ്മതിച്ചു. പിന്നെ സാർ എപ്പോഴും പറയാറുള്ള പോലെ ഹെഡ് ഓഫീസിൽ നിന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സാർ, ഈ ട്രാൻസ്ഫറിൽ സാർ ടോമിനെ വിളിച്ചു കൂടിയാ. നിങ്ങളെല്ലാവരും കൂടി സംസാരിച്ച് ഒത്തുതീർപ്പാക്കിയപ്പോ സാർ ആ കുഴി തിരിച്ചു മൂടാൻ മറന്നു. ഇപ്പൊ അതേ കുഴിയിൽ ടോം വീഴാൻ പോവാ. വീണില്ലെങ്കിൽ ഞാൻ വീഴ്ത്തു. സാർ ഇനി ടോമിനെ രക്ഷിക്കാൻ മെനക്കെടണം. ടോമി ട്രാൻസ്ഫർ ആയെന്ന് വെച്ചിട്ടേ വെറുതെ ടെൻഷൻ ആവാന്നും വേണ്ട. എന്തായാലും അവരുടെ റിക്വയർമെന്റ് ആണല്ലോ താൻ അങ്ങോട്ട് പോകണമെന്നുള്ളത്. ഞാൻ മാക്സിമം നോക്കിയായിരുന്നു. കുഴപ്പമില്ല, നമ്മൾ ടോം അങ്ങോട്ട് ചെന്നിട്ടേ ഇങ്ങോട്ട് വലിക്കാനുള്ള എന്തെങ്കിലും പരിപാടി ഞാൻ നോക്കിക്കോളാം. എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. അന്നത്തെ ആ മാനസികാവസ്ഥയിൽ ഞാൻ ചുമ്മാ തിരിച്ചു വിളിച്ച് ക്യാൻസൽ ചെയ്താൽ മതിയായിരുന്നു. അത് കുഴപ്പമില്ല ബോസ്, നമ്മളിപ്പോൾ അത് വിചാരിച്ചോണ്ടല്ലോ ഇരിക്കണം. ഈ യുവക്ക് നല്ല ഹോളാണല്ലേ ക്രിസ്ത്യനൊക്കെ അവിടെ? അത് ഐസക് സാറായിട്ട് ഇവള് ബോംബെയിൽ എന്തോ വർക്ക് ചെയ്തിട്ടുണ്ട് കമ്പനിയിലെ. അപ്പോൾ അതിനൊരു ഹോൾഡ് വെച്ചിട്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഈ കളിക്കുന്നത്. ഈ ഐസക് സാറും തമ്മിൽ നല്ല ടേംസ് ആണെങ്കിൽ സാറ് സംസാരം ചിലപ്പോൾ ഓക്കെ ആയാലോ? അല്ല, ഈ പുള്ളിക്കാരനായിട്ട് ഞാൻ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ചൊരു വർക്കിലുണ്ടായിരുന്നു. അന്നതിലൊരു പ്രശ്നം വന്നപ്പോഴത്തേക്ക് പുള്ളി അത് എൻ്റെ തലയിടാൻ നോക്കി. അപ്പം എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിച്ചിട്ട് അവസാനം ഡയറക്ടർ ബോർഡിന് മനസ്സിലായി പുള്ളിയാണ് കുഴപ്പം കാണിച്ചതെന്ന്. അങ്ങനെ ശ്രീനി സാറെ കൊണ്ടായിരുന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോയത്. ഇല്ലെങ്കിൽ ഇങ്ങനെ ജോലിയിലും വെള്ളത്തിലായിപ്പോൾ അവന്. വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷേ അന്നോട്ട് അയാൾക്ക് എന്നെ ഒരു നോട്ടമുണ്ട്. നമുക്ക് ആ വഴിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവളെന്തായാലും അവിടെ നല്ല ചരടുവലി നടത്തിയിട്ടുണ്ട്. അല്ലാതെ ഇത്ര ഫാസ്റ്റായിട്ട് ഇങ്ങനെ പോകാൻ പറയത്തൊന്നുമില്ല. അപ്പൊ ഇനി ടീം മീറ്റുകളായിരിക്കുമോ?